വെൽക്കം ടു എജുവിസ് അക്കാഡമി. ഞാനിന്ന് ഒപ്റ്റോമെട്രിന്റെ പ്രോമെട്രിക് DHA ഹാദ് പോലുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്കുള്ള ഒരു ഡെമോ ക്ലാസ് Q&A സെക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അബ്രോഡിലേക്കുള്ള എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ, കോച്ചിങ്ങിനുള്ള നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് എജുവിസിന്റെ ആപ്പ്. ഇതിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ടാണ് തരുന്നത്. സോ നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സസ് കേട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്ജക്ട് എക്സ്പേർട്ടുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഡൗട്ട്സ് അവർ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതേപോലെ ഇതിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, പിന്നെ ഇതേപോലെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്, ഇമ്പോർട്ടൻ്റ് ഒപ്റ്റോമെട്രിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടാണ് ഇതിൽ ക്ലാസ്സസ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിൻ്റെ ഏരിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: binocular pupillary distance is 63 mm and scale reading on the ruler at the center of the nose is 32 mm. That means monocular PD. Find out the monocular PD of right and left eye. രണ്ടും സെപ്പറേറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ഐയിൽ ഇവിടെ ഒരു ഓപ്ഷൻ 32ഉം അതേപോലെ 31ഉം, നെക്സ്റ്റ് 31, 32, 33, 30 mm, 33 mm. ഇവിടെ ബൈനോക്കുലർ 33 കൊടുത്തിട്ടുണ്ട്, ഒരു മോണോക്കുലർ PD കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 32. സോ അതിനു മുമ്പേ നമുക്ക് എങ്ങനെയാണ് IPD മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമുക്കറിയാം, നമ്മൾ ബൈനോക്കുലർ PD എടുക്കാറുണ്ട്, അതേപോലെ തന്നെ ഡിസ്റ്റൻസിൽ ബൈനോക്കുലർ PD എടുക്കും, പിന്നെ മോണോക്കുലർ PD എടുക്കും അല്ലെ, മോണോക്കുലർ PD, ദെൻ നിയർ PD. ഓക്കെ, സോ ബൈനോക്കുലർ PD എങ്ങനെയാ മെഷർ ചെയ്യുക? സോ ഞാൻ അതേപോലെ നിങ്ങളും ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ നിങ്ങൾ മൊബൈലിൽ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ റൈറ്റും ലെഫ്റ്റും പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ എക്സാമിനർ, യുവർ പേഷ്യൻറ്റ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാ നോക്കുന്നത് എന്നുള്ളത്. സോ നമ്മളിപ്പം ഡിസ്റ്റന്റ് PD അല്ലെങ്കിൽ ബൈനോക്കുലർ PD ആണ് നോക്കുന്നത്. സോ എക്സാമിനറിന്റെ റൈറ്റ് ഐ ക്ലോസ് ചെയ്യുക. സോ റൈറ്റ് ഐ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനോട് ലെഫ്റ്റ് ഐ, ഓപ്പൺ ഐയിലേക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറയാം. സോ മൈ റൈറ്റ് ഐ ക്ലോസ് ചെയ്യുന്ന സമയത്ത് യുവർ ബോത്ത് ഐസ് ആർ ഫിക്സേറ്റിംഗ് ടു മൈ ലെഫ്റ്റ് ഐ. സോ ലെഫ്റ്റ് ഐയിലേക്ക് ഫിക്സേറ്റ് ചെയ്യുമ്പോൾ ഞാൻ MM റൂളർ ആണ് എടുക്കുന്നത്. നമുക്ക് IPD മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്യൂപ്പിലോമീറ്റേഴ്സ് അവൈലബിൾ ആണ്, ദെൻ PD റൂളർ ഉണ്ട്, ഡിജിറ്റൽ PD റൂളർ ഉണ്ട് അല്ലെ, ഡിജിറ്റൽ PD റൂളർ. സോ നമ്മൾ നോർമലി ഹോസ്പിറ്റൽസിലാണെങ്കിൽ MM റൂളർ ഉണ്ട്, പിന്നെ പ്യൂപ്പിലോമീറ്റർ ഉള്ള ഹോസ്പിറ്റൽസും ഉണ്ട്. സോ നമ്മളിപ്പോൾ ബേസിക് തിയറിറ്റിക്കലി ആയിട്ട് പറയുമ്പോൾ MM റൂളർ വെച്ചിട്ടാണ് പറയുന്നത്. സോ പേഷ്യന്റിനോട് എക്സാമിനർ റൈറ്റ് ഐ ഒക്ലൂഡ് ചെയ്യുന്ന സമയത്ത്, ക്ലോസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനോട് ലെഫ്റ്റ് ഐയിലേക്ക് ഫിക്സേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. എന്നിട്ട് പേഷ്യന്റിന്റെ റൈറ്റ് ഐന്റെ സെന്ററിൽ നമ്മൾ സ്കെയിൽ റീഡിങ് 0 വരുന്ന രീതിയിൽ കീപ്പ് ചെയ്യാം. കീപ്പ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സ്കെയിൽ കീപ്പ് ചെയ്യണം. എന്നിട്ട് പേഷ്യന്റിന്റെ റൈറ്റ് ഐന്റെ സെന്ററിൽ 0 മാർക്കിംഗ് വരുന്ന രീതിയിൽ കീപ്പ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് എക്സാമിനർ സ്വിച്ച് ദ അതർ ഐ, അതായത് ലെഫ്റ്റ് ഐ ക്ലോസ് ചെയ്യും, റൈറ്റ് ഐ ഓപ്പൺ ചെയ്യും. ആ സമയത്ത് എക്സാമിനറിനോട് റൈറ്റ് ഐയിലേക്ക് ഫിക്സേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. എന്നിട്ട് നമ്മൾ പേഷ്യന്റിന്റെ ലെഫ്റ്റ് ഐന്റെ സെന്ററിൽ എത്രയാണോ മാർക്കിംഗ് വരുന്നത് അത് നമ്മൾ നോട്ട് ചെയ്യുക. ഇപ്പം MM റൂളർ ആണെങ്കിൽ 60, 62 ആ രീതിയിൽ. സോ എത്രയായിരിക്കും അതെന്ന് വെച്ചാൽ അതായിരിക്കും നമ്മുടെ ബൈനോക്കുലർ PD. ഇനി നമുക്ക് ഇത് മോണോക്കുലർ ആയിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പേഷ്യന്റ് റൂളർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ നോസിന്റെ സെന്ററിൽ എത്രയാണെന്നുള്ളത് നോക്കുക. ഓക്കെ, സോ അങ്ങനെ നമുക്ക് മോണോക്കുലർ PD എടുക്കാൻ പറ്റും. ഇനി നിയർ PD എങ്ങനെയാ മെഷർ ചെയ്യുക? നിയർ PD എങ്ങനെയാ മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിന് ഇതേപോലെ കംഫർട്ടബിൾ ആയിട്ട് ഫ്രണ്ടിൽ ഇരുത്തുക. ഇരുത്തിയതിന് ശേഷം എക്സാമിനർ റൈറ്റ് ഐ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സാമിനറിന്റെ
ഡൊമിനന്റ് ഐ, ഇപ്പൊ സപ്പോസ് എന്റെ ഡൊമിനന്റ് ഐ റൈറ്റ് ഐ ആണെങ്കിൽ ഞാൻ ലെഫ്റ്റ് ഐ ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡൊമിനന്റ് ഐ ഏതാണോ അത് ഓപ്പൺ ചെയ്ത് വെക്കാം, നോൺ ഡൊമിനന്റ് ഐ ക്ലോസ് ചെയ്യാം. സോ ഞാൻ എന്റെ റൈറ്റ് ഐ ക്ലോസ് ചെയ്തിട്ട് എക്സാമിനറിന്റെ നോസിന്റെ സെന്ററിൽ വരുന്ന രീതിയിൽ എന്റെ ഐ കീപ്പ് ചെയ്യും. മറ്റതിൽ നമ്മൾ പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതില് എന്റെ ഡൊമിനന്റ് ഐ പേഷ്യന്റിന്റെ നോസിന്റെ സെന്ററിൽ വരുന്ന രീതിയിലായിരിക്കും ഞാൻ ഇരിക്കുക. എന്നിട്ട് ആ സമയത്ത് എന്തായിരിക്കും, പേഷ്യന്റ് കണ്ണിലൊരു ചെറിയൊരു കൺവേർജൻസ് വരും അല്ലെ. സോ നമുക്കൊരു നിയർ ട്രാഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 0 പേഷ്യന്റിന്റെ റൈറ്റ് പ്യൂപ്പിളിന്റെ സെന്ററിൽ കീപ്പ് ചെയ്യാം. അതിനുശേഷം ലെഫ്റ്റ് പ്യൂപ്പിളിന്റെ സെന്ററിൽ എത്രയാണോ മാർക്കിംഗ് വരുന്നത് അതിന് നമുക്ക് റീഡിങ് എടുക്കാം. ഇനി നമ്മൾ ഫ്രെയിം PD മെഷർ ചെയ്യാറുണ്ട്. അതായത് ഫ്രെയിം വെച്ചതിന് ശേഷം നമുക്ക് ഫിറ്റിംഗ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൈനോക്കുലർ PD മെഷർ ചെയ്തില്ലേ, അതേപോലെ തന്നെ ചെയ്യാം. ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഫ്രെയിമിന്റെ മുകളിൽ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യണം എന്നേ ഉള്ളൂ. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം. എന്നിട്ട് പേഷ്യന്റിനോട് പറയാ, ഞാൻ റൈറ്റ് ഐ, എക്സാമിനർ റൈറ്റ് ഐ ക്ലോസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഐയിലേക്ക് ഫിക്സേറ്റ് ചെയ്യാൻ പറയാ. അപ്പോൾ പേഷ്യന്റിന്റെ ലെഫ്റ്റ് ഫ്രെയിമിന്റെ മുകളിൽ നമ്മൾ 0 അലൈൻമെന്റ് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ റൈറ്റ് ഓപ്പൺ ചെയ്യുക, ലെഫ്റ്റ് ക്ലോസ് ചെയ്യുക, പേഷ്യന്റിനോട് റൈറ്റിലേക്ക് നോക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഫ്രെയിമിൽ മാർക്കിംഗ് ചെയ്യാം. അത് മെഷർ ചെയ്താൽ മതി. ഇനി അതിൽ നിങ്ങൾക്ക് മോണോക്കുലർ PD ഫ്രെയിമിൽ നിങ്ങൾക്ക് മോണോക്കുലർ PD കിട്ടണമെങ്കിൽ ബ്രിഡ്ജിന്റെ ഫ്രെയിമിന്റെ ബ്രിഡ്ജ് ഉണ്ടല്ലോ അതിന്റെ സെന്റർ റീഡിംഗ് ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് പേഷ്യന്റിന്റെ ബൈനോക്കുലർ PD മെഷർ ചെയ്യാം, അതേപോലെ മോണോക്കുലർ PD എടുക്കാം. ഇനി ഫ്രെയിം യൂസ് ചെയ്തിട്ടുള്ള PD മെഷർ ചെയ്യാം, നിയർ PDയും മെഷർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ബൈനോക്കുലർ PD is 63 mm. അപ്പോൾ ബൈനോക്കുലർ PD കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം 2 ഐ ഉണ്ടെങ്കിൽ സോ ഇതിന്റെ ഹാഫ് ആയിരിക്കും, അതായത് നോസ് ബ്രിഡ്ജിന്റെ എടുത്താൽ. അപ്പൊ അതിന്റെ ഡിഫറൻസ് കണ്ടാൽ മതി. ഓക്കെ, 63 മൈനസ് 62, സോ ദാറ്റ് ഇസ് 31 mm. ഇവിടെ ക്വസ്റ്റ്യനിൽ ഏത് ഐ ആന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ സപ്പോസ് റൈറ്റ് ഐ 32 എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഐ എത്രയായിരിക്കും, 31 ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, റൈറ്റ് ഐ 32, ലെഫ്റ്റ് ഐ 31. സോ ദിസ് ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഒരിക്കലും ഹാഫ് എടുക്കരുത്, 63ന്റെ ഹാഫ് എടുക്കരുത്. ഇവിടെ നമ്മൾ ഈ ഒരു ഡിഫറൻസ് കണ്ടിട്ട് വേണം എത്രയായിരിക്കും ലെഫ്റ്റ് ഐക്ക് വരുന്ന റീഡിംഗ് നോക്കാൻ. ഓക്കെ, സോ ഐഡന്റിഫൈ ദിസ് ഇൻസ്ട്രുമെന്റ്. ഏതാ ഇൻസ്ട്രുമെന്റ്? ദിസ് ഇസ് സിനാപ്റ്റോഫോർ അല്ലെ, നമ്മൾ ഓർത്തോപ്റ്റിക് ഇൻസ്ട്രുമെന്റ് ആണിത്. So what is synaptophore? It is an orthoptic instrument used for assessing binocular vision, measuring angle of deviation and treating binocular anomalies. So binocular vision assess ചെയ്യാനും binocular anomalies treat ചെയ്യാനും പിന്നെ angle of deviation measure ചെയ്യാനും. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ഹാപ്ലോസ്കോപ്പിക് പ്രിൻസിപ്പിൾ ആണ്. based on dissociation of physical space into separate visual space. ഓക്കെ, അതാണ് ഹാപ്ലോസ്കോപ്പിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ പാർട്സ് പറയുകയാണെങ്കിൽ 2 വ്യൂയിങ് ട്യൂബ്സ് ഉണ്ട്. സോ യു ക്യാൻ സീ ഹിയർ 2 വ്യൂയിങ് ട്യൂബ്സ് ഉണ്ട്. പിന്നെ ഐപീസ് ഉണ്ട്. ഐപീസിന്റെ പവർ +6.5 ഡയോപ്റ്റർ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഈ ട്യൂബില് റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള മിറർ ഉണ്ട്. ഓക്കെ, മിറർ. So which optically sets the testing distance 6 meter. 6 meterന് equivalent ആയിട്ട് ടെസ്റ്റിംഗ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ആ റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള മിറർ കൊടുത്തിരിക്കുന്നത്. സോ 2 ട്യൂബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഐപീസ് ഉണ്ട്. ഐപീസ് വരുന്നത് +6.5 ഡയോപ്റ്റർ ആണ്. സ്ലൈഡ്സ് കാരിയർ, ദിസ് ഇസ് സ്ലൈഡ്സ് കാരിയർ. ഇതാണ് സ്ലൈഡ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ സ്ലൈഡ്സ് കാരിയർ, അവിടെ സ്ലൈഡ് ഇടാം. പിന്നെ വരുന്നത് സ്കെയിൽസ് ഫോർ മെഷറിംഗ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്കെയിൽ റീഡിംഗ് വരുന്നുണ്ട്. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഒരു സ്കെയിൽ റീഡിംഗ് വരുന്നുണ്ട്. പിന്നെ IPD ഒക്കെ നമുക്ക് ആദ്യം തന്നെ IPD സെറ്റ് ചെയ്തിട്ടാണ്, അതേപോലെ എല്ലാ റീഡിങ്സും 0യിൽ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സിനാപ്റ്റോഫോർ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പെയർസ് ഓഫ് സ്ലൈഡ്സ്, മൂവിംഗ് ആം, ഇലുമിനേഷൻ സിസ്റ്റം ഒക്കെയാണ് ഇതിന്റെ
പാർട്സിൽ വരുന്നത്. സോ നമുക്കറിയാം ബൈനോക്കുലർ വിഷന്റെ ഗ്രേഡ്സ് ആണ് സൈമൾട്ടേനിയസ് മാക്കുലർ പെർസെപ്ഷൻ, ഫ്യൂഷൻ ആൻഡ് സ്റ്റീരിയോപ്സിസ്. സൈമൾട്ടേനിയസ് മാക്കുലർ പെർസെപ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ കേജും ദെൻ ഒരു ബേർഡും വരുന്ന രീതിയിലുള്ള സ്ലൈഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക. സോ SMP സ്ലൈഡ്സ് ആണിത്. ഈ SMP സ്ലൈഡ്സ് ഇട്ടിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ടെസ്റ്റ് ചെയ്യാം. ഒന്ന് സബ്ജക്റ്റീവ് ആയിട്ടും ചെയ്യാം, ഒബ്ജക്റ്റീവ് ആയിട്ടും ചെയ്യാം. സോ സബ്ജക്റ്റീവ് ആയിട്ട് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പം IPD നോക്കണം, IPD സെറ്റ് ചെയ്യണം. ദെൻ എല്ലാ റീഡിങ്ങും 0യിൽ കീപ്പ് ചെയ്യുക. എന്നിട്ട് രണ്ട് ഭാഗത്തും റൈറ്റ്, ദിസ് ഇസ് സ്ലൈഡ്സ് കരിയർ. ഈ കരിയറിൽ നമ്മൾ ഒരു ഭാഗത്ത് കേജ്, ഒരു ഭാഗത്ത് ബേർഡ് വരുന്ന രീതിയിൽ കീപ്പ് ചെയ്യാം. എന്നിട്ട് പേഷ്യന്റിനോട് അതിനൊരു ആം ഉണ്ടാവും, ആ ആം യൂസ് ചെയ്തിട്ട് ആ ബേർഡിനെ കേജിന്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറയാം. സോ അങ്ങനെ പേഷ്യന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റീഡിംഗ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രയാണെന്നുള്ളത്. സോ ദാറ്റ് ഇസ് സബ്ജക്റ്റീവ് മെത്തേഡ്. ഇനി ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിനോട് സ്ട്രെയിറ്റ് നോക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് നമ്മൾ അതിൽ ഓൺ ആൻഡ് ഓഫ് മെത്തേഡ് ചെയ്യുക. അതായത് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തെ ലൈറ്റ് ഓൺ ആവും, ദെൻ ഓഫ് ചെയ്യുമ്പം ദെൻ ഓൾട്ടർനേറ്റ് ഐയിൽ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുക. നമ്മളൊരു കവർ ടെസ്റ്റ് ചെയ്യുന്ന പോലെ. നമ്മൾ നോക്കേണ്ടത് പേഷ്യന്റിന്റെ ഐയിലേക്കാണ്. സോ നമ്മൾ പേഷ്യന്റിന്റെ ഐയിലേക്ക് നോക്കുന്ന സമയത്ത് സൈമൾട്ടേനിയസ്ലി വി ആർ ഡൂയിങ് ഓൺ ഓഫ് ടെക്നിക്. അതായത് വൺ ഐ ഗെറ്റ് ലൈറ്റ് പ്രൊജക്റ്റഡ് ആൻഡ് ദെൻ ഓൾട്ടർനേറ്റ്ലി നെക്സ്റ്റ് ഐ ഗെറ്റ് ലൈറ്റ് പ്രൊജക്റ്റഡ്. സോ അങ്ങനെ ചെയ്യുമ്പം എവിടെയാണോ ലൈറ്റ് വരുന്നത്, സോ ദ പേഷ്യൻസ് ഐ വിൽ മൂവ് ടു ദാറ്റ് സൈഡ്. സോ നമുക്ക് ആ ഒരു മൂവ്മെന്റ് കാണാൻ പറ്റും പേഷ്യന്റെ കണ്ണില്. അതിനുശേഷം നമ്മൾ സൈമൾട്ടേനിയസ്ലി അതിന്റെ കൂടെ നമ്മൾ എക്സാമിനർ ആം മൂവ് ചെയ്യുക. സോ ആം മൂവ് ചെയ്യുക, ഓൺ ആൻഡ് ഓഫ് ടെക്നിക്ക് ചെയ്യുക. ടിൽ എതുവരെ ആ പേഷ്യന്റിന്റെ ഐ മൂവ്മെന്റ് സ്റ്റഡി ആവുന്ന വരെ വി ഡു ദിസ് പ്രൊസീജിയർ. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്യുക. അതായത് വി ഡു ഓൺ ഓഫ് മെത്തേഡ്, മൂവ് ദ ആം. അങ്ങനെ നമ്മൾ ആ ഒരു മൂവ്മെന്റ് സ്റ്റഡി ആവുന്ന വരെ നമ്മളത് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് കിട്ടുന്ന റീഡിംഗ് ആയിരിക്കും ഒബ്ജക്റ്റീവ് മെത്തേഡ്. സോ നമുക്ക് SMP വെച്ചിട്ട് സബ്ജക്റ്റീവും കിട്ടും, ഒബ്ജക്റ്റീവും കിട്ടും. പിന്നെ വരുന്നതാണ് ഫ്യൂഷൻ ടെക്നിക്. ഫ്യൂഷനിൽ നമ്മൾ രണ്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റാബിറ്റിന്റെ സ്ലൈഡാ കൊടുക്കുക. സോ നോർമലി ഒരു ഫ്യൂഷൻ ഉള്ള ആള് ഇതേപോലെ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് കാണുക. സോ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് അബ്ഡക്ഷന്റെ റേഞ്ച് അതേപോലെ അഡക്ഷന്റെ റേഞ്ച് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു നോബ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോ രണ്ട് റാബിറ്റ് സ്ലൈഡ്സ് രണ്ട് ഭാഗത്ത് ഇട്ടതിന് ശേഷം നമ്മൾ പേഷ്യന്റിനോട് മാക്സിമം കൺവേർജ് ചെയ്യിപ്പിക്കാൻ പറയാം. എന്നിട്ട് അത് പതുക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് അത് ഫ്യൂസ് ആവുന്ന പോയിന്റ്, അതായത് അത് ഫ്യൂസ് ആവുന്ന പോയിന്റ്, പിന്നെ പതുക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ആവുന്ന പോയിന്റ് ആൻഡ് അഗെയിൻ റിക്കവറി പോയിന്റ്. അങ്ങനെ നമ്മൾ ബ്രേക്ക് പോയിന്റ്, റിക്കവറി പോയിന്റ് ഒക്കെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കൺവേർജൻസ് ലിമിറ്റും മാക്സിമം ഡൈവേർജൻസ് ലിമിറ്റും നമുക്കിതിൽ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് സ്റ്റീരിയോപ്സിസ്. സ്റ്റീരിയോപ്സിസിന് ഇതേപോലത്തെ രണ്ട് സ്ലൈഡ്സ് ആണ് കൊടുക്കുക. എന്നിട്ട് പേഷ്യന്റ് സ്റ്റീരിയോപ്സിസ് ഉള്ള ഒരു പേഷ്യന്റിന് ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് കാണാൻ പറ്റും. അതല്ലെങ്കിൽ ആ ഒരു വൺ ഡയമെൻഷണൽ വ്യൂ മാത്രമേ പേഷ്യന്റിന് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ സിനാപ്റ്റോഫോർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ആഫ്റ്റർ ഇമേജ് ടെസ്റ്റ്. ഓക്കെ, ആഫ്റ്റർ ഇമേജ് ടെസ്റ്റിൽ ഇതേപോലെ ഒരു വേർട്ടിക്കൽ സ്ലൈഡും അതേപോലെ ഹൊറിസോണ്ടൽ സ്ലൈഡും ഉണ്ടാവും. സോ വെൻ വി ആർ കീപ്പിംഗ് എ വേർട്ടിക്കൽ സ്ലൈഡ് നമ്മൾ റൈറ്റ് കരിയറിലാണ് ഇടുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ഐന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വേർട്ടിക്കൽ സ്ലൈഡ് കാണാൻ പറ്റും. അതേപോലെ ലെഫ്റ്റ് ഐന്റെ ഫ്രണ്ടിൽ നമുക്ക് ഹൊറിസോണ്ടൽ സ്ലൈഡ് കാണാൻ പറ്റും. സോ നോർമൽ ഒരു റെറ്റിനൽ കറസ്പോണ്ടൻസ് ഉള്ള ഒരാൾക്ക് ഇത് ക്രോസ് ചെയ്തിട്ടാണ് കാണുക. ഓക്കെ, ഇനി അതെല്ലാം അതിന് മുമ്പേ നമ്മൾ സ്ലൈഡ്സ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു 20 സെക്കൻഡ്സ് ആ സ്ലൈഡ്സിലേക്ക് തന്നെ നോക്കാൻ വേണ്ടി പറയും. എന്നിട്ട് അതിന് എങ്ങനെയാണ് ആഫ്റ്റർ ഇമേജ് കാണുന്നതെന്ന് ചോദിക്കും. സോ നോർമൽ റെറ്റിനൽ കറസ്പോണ്ടൻസ് ഉള്ള ഒരാൾക്ക് സിമെട്രിക്കൽ ആയിട്ട് ഇതേപോലെ ഒരു ക്രോസ് ആണ് കാണാൻ പറ്റുക. അസിമെട്രിക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതെന്തായിരിക്കും, ഒരു അബ്നോർമൽ റെറ്റിനൽ കറസ്പോണ്ടൻസ് കേസ് ആയിരിക്കും. പിന്നെ ഇതിന് നമുക്ക് ഈസോ ആണോ ആംഗിൾ ഓഫ് അനോമലി ഏതാണെന്ന് മനസ്സിലാക്കാൻ ഈസോ ആണോ എക്സോ ആണോ നോക്കാൻ വേണ്ടി, ഇപ്പോൾ സപ്പോസ് റൈറ്റ് ഐന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് വെച്ചു, ലെഫ്റ്റ് ഐന്റെ ഫ്രണ്ടിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കീപ്പ് ചെയ്തത്. സോ ഇങ്ങനെ പേഷ്യന്റ് ഈ വെർട്ടിക്കൽ സ്ലിറ്റ് ലെഫ്റ്റ് സൈഡിലും അതേപോലെ ഹൊറിസോണ്ടൽ സ്ലിറ്റ്
റൈറ്റ് സൈഡിലേക്കും ആയിട്ടാണ് കാണുന്നത് വെച്ചാൽ നമുക്കതിനെ ഈസോ എന്ന് പറയാം. റൈറ്റ് ഈസോ വിത്ത് AR. സെയിം ഒരു കാര്യം ഓർക്കണം, നമ്മൾ മെഡോക്സ് റോഡ് പഠിച്ചിട്ടുണ്ട്. സോ മെഡോക്സ് റോഡ് നമ്മൾ പറയുന്നുണ്ട് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്സോ ആണെന്നത്. സോ ആഫ്റ്റർ ഇമേജിൽ നേരെ തിരിച്ചിട്ടാണ്. ഇപ്പോൾ സപ്പോസ് ഒന്ന് ചിന്തിച്ച് നോക്കുക, റൈറ്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ വെർട്ടിക്കൽ സ്ലിറ്റ് ആണ് ഇട്ടിരിക്കുന്നത്, ലെഫ്റ്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഹൊറിസോണൽ സ്ലിറ്റ് ആണ് ഇരിക്കുന്നത്. സോ നോർമൽ ആയിട്ടുള്ള ഒരാൾ ക്രോസ് ചെയ്തിട്ടാണ് കാണാം. അതേസമയം ഇത് റൈറ്റിന്റെ ഫ്രണ്ടിലുള്ള ഈ വെർട്ടിക്കൽ സ്ലിറ്റ് ലെഫ്റ്റിലേക്കും ഇത് ഇങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈസോ. ഓക്കെ, ഇനി ഈ വെർട്ടിക്കൽ സ്ലിറ്റ് റൈറ്റ് സൈഡിലും മറ്റത് ഹൊറിസോണ്ടൽ സ്ലിറ്റ് ലെഫ്റ്റ് സൈഡിലുമാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എക്സോ എന്നാണ് പറയാ. റൈറ്റ് എക്സോ വിത്ത് ARC. ഇനി ഒരു സ്ലിറ്റേ കാണുന്നുള്ളൂ, അത് ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ കണ്ണിന്റെ സപ്രഷൻ ആയിരിക്കും. സോ വെർട്ടിക്കൽ സ്ലിറ്റ് ആണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഐ സപ്രഷൻ. ഇനി ഹൊറിസോണ്ടൽ സ്ലിറ്റ് ആണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഐ സപ്രഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ആഫ്റ്റർ ഇമേജ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇത് മെയിൻലി ഈ സ്ലൈഡ്സ് കൊടുത്തിട്ട് ഒരു 20 സെക്കൻഡ് സ്റ്റിമുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആഫ്റ്റർ ഇമേജ് ചോദിക്കുക കേട്ടോ. പിന്നെ നമ്മൾ സിനാപ്റ്റോഫോൾ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഹിഡിൻജ ബ്രഷ്. ഹിഡിൻജ ബ്രഷ് മെയിൻലി ആംബ്ലിയോപിയ ട്രീറ്റ്മെന്റിനൊക്കെ നമ്മൾ എക്സെൻട്രിക് ഫിക്സേഷനിൽ ഫോവിയനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ എൻടോപ്പിക് ഫിനോമിനൻ സീൻ ഓൺലി അറ്റ് ദി ഫോവിയ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വ്യൂവിങ് എ റൊട്ടേറ്റിംഗ് ഡംബൽ ഷേപ്ഡ് പോളറൈസ്ഡ് ലൈറ്റ് ത്രൂ എ ബ്ലൂ ഫിൽറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് എക്സെൻട്രിക് ഫിക്സേഷൻ ആൻഡ് ഇംപ്രൂവിങ് ഫിക്സേഷൻ ഇൻ ആംബ്ലിയോപിക് പേഷ്യൻ. ഇപ്പൊ ആംബ്ലിയോപ്പിയ ഉള്ള ഐല്, അതായത് സപ്രസ് ചെയ്ത് പോയിട്ടുള്ള ഐനെ നമുക്ക് ഫോക്കസിങ് ചെയ്യിപ്പിച്ച് അതിനെ ആ ഒരു ഏരിയയിൽ സ്റ്റിമുലേഷൻ കൊണ്ടുവരാൻ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ഹിഡിൻജ ബ്രഷ്. അതേപോലെ എക്സെൻട്രിക് ഫിക്സേഷൻ ഡിറ്റക്ട് ചെയ്യാനും പറ്റും. സോ ഇതേപോലെ ഒരു ബ്ലൂ ഫിൽറ്റർ ആയിരിക്കും. ഇതിന് നമ്മൾ ഇവിടെ എക്സ്ട്രാ കണക്ഷൻ കൊടുത്തിട്ട് സ്ലൈഡ്സ് കരിയറിൽ കീപ്പ് ചെയ്യുക. സോ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാൻ പോലെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. സോ നമ്മൾ അതിലേക്ക് ഫിക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോവിയൽ ഏരിയനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറാപ്പി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വിഷ്വൽ അക്യൂറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ഹിഡിൻജ ബ്രഷ്. ഇത്രയാണ് സിനാപ്റ്റോഫോറിൽ വരുന്നത്. സിനാപ്റ്റോഫോർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രേഡ്സ് ഓഫ് ബൈനോക്കുലർ വിഷൻ അസസ് ചെയ്യാൻ, ബൈനോക്കുലർ അനോമലീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ നോക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ പറഞ്ഞത് IPD ആയിരുന്നു. സോ ബൈനോക്കുലർ PD, മോണോക്കുലർ PD, നിയോ PD എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. കാരണം അഥവാ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ ഒരു ബൈനോക്കുലർ PD തന്നിട്ട് മോണോക്കുലർ PD, രണ്ട് കണ്ണിന്റെയും മോണോക്കുലർ PD ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.